നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് KB ഗണേഷ് കുമാർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. വീണ്ടും NSSനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ പരസ്യമാകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയാണ് വിമർശിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇപ്പോൾ നടൻ അനൂപ് ചന്ദ്രനും സുകുമാരൻ നായർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സുകുമാരൻ നായർ NSSന്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നായർ സമുദായത്തിന് വലിയ രീതിയിലുള്ള അപജയമാണ് സംഭവിച്ചതെന്നാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം മന്നം ക്ലബിൽ ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്തളത്തുള്ള തന്റെ സുഹൃത്തിന്റെ സഹോദരിക്ക് പന്തളം NSS കോളേജിൽ അഡ്മിഷൻ വാങ്ങുന്നതിനായി ചങ്ങനാശ്ശേരിയിൽ ചെന്ന് സുകുമാരൻ നായരെ കണ്ടു. പന്തളത്തെ കരയോഗ അംഗമായി ശിവൻകുട്ടി നൽകിയ ശുപാർശ കത്തുമായാണ് സുഹൃത്തുക്കൾ സുകുമാരൻ നായരെ കാണാൻ ചെന്നത്. എന്നാൽ കത്തുമായി ചെന്ന സുഹൃത്തുക്കളെ സുകുമാരൻ നായർ അതിരൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും പുലഭ്യത്തോട് പുലഭ്യം പറയുകയും ചെയ്തു. ആരാണ് ശിവൻകുട്ടി എന്ന് ചോദിച്ച് ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടതായും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. സുകുമാരൻ നായരിൽ നിന്ന് മോശം അനുഭവം നേരിട്ട് പുറത്തിറങ്ങിയ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു KSU നേതാവ് വഴി കോൺഗ്രസ് നേതാവ് PJ കുര്യനെ ബന്ധപ്പെടുന്നത്. വിവരം അറിഞ്ഞ PJ കുര്യൻ പന്തളം NSS കോളേജ് പ്രിൻസിപ്പാളിനെ ഫോണിൽ വിളിച്ച് അഡ്മിഷൻ നൽകാൻ ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ എളുപ്പത്തിൽ അവിടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. സമുദായത്തിലെ സാധാരണക്കാർക്ക് പട്ടിയുടെ വില പോലും നൽകാത്ത രീതിയിലാണ് നായർ നേതൃത്വം പെരുമാറുന്നതെന്നും സുകുമാരൻ നായർ അധികാരം ഏറ്റെടുത്ത ശേഷം ജയിലിൽ കിടക്കുന്ന നായന്മാരുടെ എണ്ണം മുമ്പത്തേക്കാൾ വർദ്ധിച്ചതായും അനൂപ് ചന്ദ്രൻ ഇതിനോടൊപ്പം ആരോപിക്കുന്നുണ്ട്. മുമ്പ് സാംസ്കാരിക നായകന്മാരെ നായർ സമുദായം നയിച്ചിരുന്നപ്പോൾ സാംസ്കാരിക നായന്മാർ എന്ന പ്രയോഗം പോലും ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടമാണെന്ന്. അന്തസ്സായിട്ട് നാടറിഞ്ഞ് ജീവിക്കേണ്ട ഒരു സമുദായം. ഈ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ ഇത്രയും നിലനിർത്തിയ സമുദായം വേറെ ഏതാണുള്ളത് എടുത്തു പറയാൻ? അത്രമേൽ അറിവും പാണ്ഡിത്യവും സാമൂഹിക സാഹോദര്യവും ഒക്കെയുള്ള ഏത് സമുദായമാണുള്ളത്? ഈ സമുദായത്തെ ഇങ്ങനെ അധംപതിക്കാൻ അനുവദിക്കരുത്. പ്രതാപശാലിയായ സാംസ്കാരിക നായന്മാരുള്ള നായർ സമുദായം ഇന്ന് ഒരു നേരത്തെ ഉപ്പിനും മുളകിനും വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന അവസ്ഥയിലേക്ക് അധംപതിച്ചു. സമുദായത്തിന് ഈ ദുരവസ്ഥ ഉണ്ടാക്കിയത് സുകുമാരൻ നായരുടെ നേതൃത്വമാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരിക്കൽ പോയാൽ പിന്നെ ഒരുത്തനും അങ്ങോട്ട് പോകില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. താൻ എൻ്റെ ജീവിതത്തിൽ അവിടെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതൊരു 3-4 വർഷം മുമ്പാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ നമുക്കിവിടെ കയറിയിട്ട് പോകാമെന്ന് സുഹൃത്ത് പറഞ്ഞു. എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്തൊരു സ്ഥലമാണിതെന്നും എന്തിനാ കയറുന്നതെന്നും താൻ ചോദിച്ചു. എങ്കിലും സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചെന്നു. താഴെ ഇങ്ങേരുടെ കുറേ ഷിങ്കിഡീസ് ഉണ്ട്. എന്നെ കണ്ട ഉടനെ എല്ലാവരും വന്നു അവിടെ വട്ടത്തിലിരുന്നു. ജനറൽ സെക്രട്ടറി അദ്ദേഹം മുകളിലുണ്ട്. അനൂപ് ഒന്ന് കണ്ടിട്ട് പോയാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാകുമെന്നും അവർ പറഞ്ഞു. ഞാൻ മനസ്സോടെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. മുകളിലൊരു കിങ്കരൻ മുറിയുടെ പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം ചേട്ടാ എന്നോട് സുഖമാണോ, ഏതാ സിനിമ എന്നൊക്കെ ചോദിച്ച് വർത്തമാനം പറഞ്ഞു. മണിയടിച്ചപ്പോൾ ഇവൻ അകത്തേക്ക് പോയി. 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഈ കിങ്കരൻ തിരിച്ചു വന്നത്. അദ്ദേഹം ഊണ് കഴിക്കാൻ പോവുകയാണ്, 3/4 മണിക്കൂർ എടുത്തേ വരൂ എന്ന് പറഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞപ്പോൾ കിങ്കരൻ വന്ന് പറയുകയാണ് ഇനി അദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ്, 5 മണിക്ക് ശേഷമേ കാണാൻ പറ്റുള്ളൂ എന്ന്. ഡോർ തുറന്ന് നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, വേറൊരു വഴിക്ക് പോയതാണ്, എൻ്റെ ഗതികേട് കൊണ്ട് ഇങ്ങനെ വരേണ്ടി വന്നു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടനെ അവിടുന്ന് ഇറക്കി വിട്ട സംഭവം വന്നത്. അത് ഭയങ്കര വിവാദമായി. അതിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ അസോസിയേഷൻ്റെ വാർഷികം നടക്കുന്നത്. സിനിമാ നടന്മാരോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും അയ്യോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഭവ്യമായിട്ടൊക്കെ കയറിപ്പോകുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. കിട്ടിയ നല്ല അവസരമാണ്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സർവ്വ നായന്മാരുടെയും കോണകവും പിഴിഞ്ഞു കുടിച്ച് ഇനിയും ബാക്കി അവനിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതും കൂടെ മേടിച്ച് തിന്നാനായിട്ട് അയാളുടെ അച്ചുവീടാണോ ചങ്ങനാശ്ശേരി എന്നൊരു ചോദ്യം ഞാൻ അവിടെ വെച്ച് ചോദിച്ചിരുന്നു. പിറ്റേ ദിവസം മുതൽ നാട് മുഴുവനുമുള്ള നായന്മാരുടെ ഊമക്കത്തുകൾ എനിക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അവിടെ കോളേജ് വിറ്റു, ഇവിടെ 12 ഏക്കർ സ്ഥലം വിറ്റു, അയ്യോ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് വിറ്റു എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. മുഴുവൻ മണൽ കൂനകളായിരുന്നു. അവിടെ അതൊക്കെ വിറ്റു. 1400 പിള്ളേര് പഠിച്ചിരുന്ന അവിടെ കഴിഞ്ഞ വർഷം ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ 230 പേരേ ഉള്ളൂ. താമസിയാതെ അതും പൂട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക, ജയിലിൽ കിടക്കുന്ന നായന്മാരുടെ എണ്ണം എടുത്തു നോക്കുക. സുകുമാരൻ നായർ അധികാരത്തിലേറ്റതിന് ശേഷം എത്ര നായന്മാർ ജയിലിൽ കിടപ്പുണ്ട്? അതിനു മുമ്പ് എത്ര പേർ ഉണ്ടായിരുന്നു? സാംസ്കാരിക നായന്മാരിൽ നിന്ന്
നിന്ന് ഒരു നേരത്തെ ഉപ്പിനും മുളകിനുമൊക്കെ വേണ്ടി പിടിച്ചുപറിക്കുന്ന നായന്മാരിലേക്ക് നായർ സമുദായം ഇത്രയും അധംപതിച്ചത് ഈ മനുഷ്യന്റെ കാലത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവിടെ സുകുമാരൻ നായരെ കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ഇപ്പോൾ സമുദായത്തിനുള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇപ്പോൾ അനൂപ് ചന്ദ്രൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കെ.ബി. ഗണേഷ് കുമാറും ഇത്തരത്തിൽ വളരെ കടുത്ത വിമർശനവുമായി എത്തിയത്. NSSനകത്ത് ഒരു വിപ്ലവം തുടങ്ങേണ്ട സമയമാണെന്നും തനിക്ക് ജനറൽ സെക്രട്ടറി കസേരയോ പ്രസിഡന്റ് പദവിയോ ആവശ്യമില്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. എനിക്ക് മഞ്ചളൂർ കരയോഗത്തിലെ സാധാരണക്കാരനായ ഒരു അംഗമായി ജീവിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. NSS കോളേജുകളിലെ അഡ്മിഷനും ജോലിയും സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, അത് മന്നത്ത് ആചാര്യൻ സമുദായത്തിന് വേണ്ടി കരുതി വെച്ച അവകാശമാണ്. എല്ലാ നായന്മാരും മനസ്സിലാക്കണം, അദ്ദേഹം പറഞ്ഞു. സുകുമാരൻ നായരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ധനലക്ഷ്മി ബാങ്ക് ഇടപാടുകളെ കുറിച്ചും താൻ ഒന്നും പറയുന്നില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. മകനെ പറ്റിയും മകളെ പറ്റിയും കൊച്ചുമകളെ പറ്റിയും ഒക്കെ കുറെ കാര്യങ്ങൾ എന്റെ കൈവശമുണ്ട്. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്ക് മകളെ 60 ലക്ഷം രൂപ മുടക്കി ലണ്ടനിൽ പഠിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്നും അന്വേഷിക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ശ്രീ അയ്യപ്പ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും ഉടമസ്ഥാവകാശവും വ്യക്തമാക്കണമെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. ഇനിയും കൂടുതൽ ആളുകൾ നേതൃത്വത്തിനെതിരെയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെയും വരും ദിവസങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.